എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും ഹാർദവമായിട്ടുള്ള സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതിൻ്റെ അടുത്ത പോർഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് ഡ്യൂ ടു ദ സെക്കൻഡ് വേൾഡ് വാർ. അതാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ വേൾഡ് വാറുകൾക്ക് ശേഷം രാജ്യങ്ങൾ നേരിട്ട പ്രധാന പ്രതിസന്ധി ഘട്ടങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതിനൊരു വലിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നില്ല, നേരെ പ്രോബ്ലംസിലേക്ക് കിടക്കുകയാണ്. കാരണം നമുക്കിനി 2 ടോപ്പിക്കാണ് ഈ ഭാഗത്തിൽ എടുക്കാനുള്ളത്. അതോടുകൂടി നമ്മുടെ ഈ മൊഡ്യൂൾ അവസാനിക്കും. വിച്ച് മീൻസ് ഒരു ബെവറേജ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാനും കൂടി നമുക്കിനി ചർച്ച ചെയ്യാനുണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ 4th മൊഡ്യൂൾ അവസാനിക്കുകയാണ്. അപ്പോൾ അതും കൂടി അവസാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിഷൻ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ 3rd എനിക്ക് തോന്നുന്നു അവസാനിച്ചിട്ടുണ്ടാവണം. 3rd നോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കണം. നമ്മളത് സബ്മിറ്റ് ചെയ്യിച്ചിട്ടില്ല, സബ്മിറ്റ് ചെയ്യിക്കാനായിട്ടുള്ള ഡേറ്റുകൾ വരികയാണ്. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ടാണ് ഈ ഒരു സെഷനിൽ നമുക്ക് ഈ ക്ലാസ്സുകൾ അവസാനിക്കണം. അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് നേരെ പോസ്റ്റ് വാർ സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസിലേക്ക് കിടക്കാം. ദ സെക്കൻഡ് വേൾഡ് വാർ brought with unprecedented destruction, devastation and loss of human life. It was a total war. The war saw the utilization of scientific and technological development and the development of new weapons of mass destruction. Around 40 million people were killed in the war. 21 million people were left homeless. Many million died indirectly by starvation and diseases. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, എത്ര കോടിക്കണക്കിന് ആൾക്കാരാണ് മരിക്കുന്നത് ഒരു യുദ്ധം മൂലം. അതിൽ തന്നെ യുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇതൊക്കെ. ഇത്രയും പേര് മരിച്ചതല്ല വിഷയം, ഒരുപാട് പേര് ഡിസീസ്ഡ് ആയിട്ട് കിടക്കേണ്ടി വരിക. കൈ പോയി, കാല് പോയി, അല്ലെങ്കിൽ ഒരു ഭാഗം തന്നെ ഇല്ലാണ്ടായിപ്പോയി, കത്തിക്കരിഞ്ഞ് പകുതി മരിച്ച അവസ്ഥയിൽ, അങ്ങനെ ഒരുപാട് വേദനകൾ തിന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ആൾക്കാർ. അപ്പം ഡിപ്പെൻഡൻറ്റ് ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ സാധാരണഗതിയിൽ ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത് ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികളും ഒരു 60 വയസ്സിന് മുകളിലുള്ള മുതിർന്നവരും. പക്ഷെ ഇവിടെ 22, 25, 30, 32 ഒക്കെ പ്രായമുള്ള ആൾക്കാർ പോലും കൈ നഷ്ടപ്പെട്ട്, കാല് നഷ്ടപ്പെട്ട്, ഇനിയൊരു ജോലിക്ക് പോകാൻ കഴിയാതെ ഡിപ്പെൻഡൻറ്റ് ക്ലാസ്സിലേക്ക് വന്നു ചേരുകയാണ്. അപ്പം അവരുടെ എണ്ണം വളരെയധികം കൂടാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ യുദ്ധം വരുത്തി വെച്ച ഏറ്റവും വലിയ ഭീകരത എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ ഷോർട്ടേജാണ്. ഫുഡ് കിട്ടാതെ ദാരിദ്ര്യത്തിൽ പട്ടിണി മൂലം മരിക്കേണ്ടി വരുന്ന കോടിക്കണക്കിന് ആൾക്കാർ. അതാണ് ഏറ്റവും വലിയ ഭീകരത എന്ന് പറയുന്നത്. യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയി എനിക്ക് എന്തെങ്കിലും പറ്റി ഞാൻ മരിച്ചു, മരണം അത് ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറയല്ല ഞാൻ. പക്ഷേ നമുക്കറിയാം, യുദ്ധത്തിന് പോയാൽ ഒന്നുകിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ ഞാൻ ജയിക്കും. ഇവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കാനില്ലാതെ മരിക്കേണ്ടി വരുന്ന സാഹചര്യം, അത് അതിലും രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയായിരുന്നു. Though England was victorious in the war, her status in the international field was declined. The strain of the war was too much on Britain, and she alone would not have been able to survive the shocks given by Nazis and fascists if the United States had not come to her rescue. During the war, the Anglo-American alliance worked well, but the increasing dependence of Britain on the United States made it clear that England would not be the equal of the United States. England was considered as a junior partner by the USA. Russia also emerged from the war as a superpower in 1941 when Hitler detroited Stalin and attacked Russia. Stalin suddenly joined the side of Roosevelt and Churchill. Then the world began to speak of the Big Three. അപ്പോൾ ഇവിടെ ഉണ്ടായ മാറ്റങ്ങളാണ് പറയുന്നത്. ഫാസിസ്റ്റ്, നാസിസ്റ്റ് ഗ്രൂപ്പുകളായിട്ടുള്ള ഹിറ്റ്ലറും മുസോളിനി ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളോട് ചെയ്ത ക്രൂരത എന്ന് പറയുന്നു.
നാസി ക്യാമ്പുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ജൂതന്മാരെ കൂട്ടമായിട്ട് പിടിച്ചു കൊണ്ടുവന്ന് അവരെ ജയിലിലടച്ച് അവരെ പീഡിപ്പിക്കുക. കാരണം അവരാണ് ഫസ്റ്റ് വേൾഡ് വാർ തോൽക്കാനായിട്ട് കാരണക്കാരായത് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ജർമ്മനിയുടെ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണക്കാർ ഇവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥ അത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ ജയിച്ചിട്ടും ഇംഗ്ലണ്ടിന് വലിയൊരു പ്രാധാന്യം കൊണ്ടുവരാൻ കഴിയാതിരിക്കുക. കാരണം ഇംഗ്ലണ്ട് യുദ്ധം ജയിച്ച രാജ്യമാണെങ്കിലും യുദ്ധത്തിൽ കിട്ടിയതൊന്നും ഇംഗ്ലണ്ടിനല്ല. മെയിനായിട്ട് ലാഭമുണ്ടാക്കിയ രാജ്യം USA-യും റഷ്യയുമാണ്. റഷ്യ എങ്ങനെ ലാഭം ഉണ്ടാക്കി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഫ്രാൻസും ഇംഗ്ലണ്ടും അമേരിക്കയുമാണ് യുദ്ധമുഖത്ത് നിൽക്കുന്നത്. പക്ഷേ ഒരു പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. ജർമ്മൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബെർലിനും അതുപോലെ തന്നെ റഷ്യയും ചേർന്നുകൊണ്ട് ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അലയൻസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റഷ്യ ആക്രമിക്കില്ല. പക്ഷേ ഒരവസരത്തിൽ 1941 മറ്റോ റഷ്യനെ ആക്രമിക്കാനായിട്ട് ജർമ്മനി തീരുമാനിക്കുകയാണ്. ഇത് റഷ്യയെ പ്രൊവോക്ക് ചെയ്തു. റഷ്യ ഉടനെ പോയിട്ട് അപ്പുറത്തെ ആക്സിസിൽ പോയിട്ട് ജോയിൻ ചെയ്തു. ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും കൂടെ നിന്നിട്ട് അമേരിക്കയുടെയും കൂടെ നിന്ന് യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവർ റഷ്യയെ സ്വാഗതം ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ സഹായം കിട്ടും അതൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അല്ലെങ്കിൽ ജർമ്മനിക്കെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് അവർ റഷ്യയെ സ്വാഗതം ചെയ്യാൻ കാരണം. പക്ഷെ യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ റഷ്യയുടെ നേതാവായിട്ടുള്ള സ്റ്റാലിൻ വളരെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. യുദ്ധത്തിൽ നിന്നും ഒരു വിഹിതം നമുക്ക് കിട്ടിയിരിക്കണം. അതിൽ നിന്ന് അദ്ദേഹം മേടിച്ചെടുത്തതും അവരുടെ കമ്മ്യൂണിസ്റ്റ് ആശയവും മുറുകെ പിടിച്ചുകൊണ്ട് അവർ ലോകത്തിൻ്റെ മുൻപിൽ വലിയൊരു രാജ്യമായിട്ട് ഉയർന്നു വരാനായിട്ട് അവർക്ക് സാധിച്ചു. The loss of the life suffered by the England in the Second World War was less than her loss in the First World War. About 360,000 British servicemen, servicewomen and civilians died in the war, but she had great financial and material loss. German bombs had destroyed great sections of the London and other cities. The war had shattered the United Kingdom's economy. By the end of the war, the economy of the United Kingdom was one of the severe privation. More than a quarter of its national wealth had been consumed. Her external debt had increased up to 3,300 million pound. A major share of overseas investment was sold until the introduction of in 1941 of Lend-Lease aid from the US, and the UK had been spending its assets to purchase American equipments including aircraft and ships over $437 million on aircraft alone. Lend-Lease came just before its reserves were exhausted. Britain had placed 55% of its total labor force into war production. ആലോചിച്ച് നോക്കുക, യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇംഗ്ലണ്ട് ഭ്രാന്തമായിട്ടുള്ളൊരു രീതിയിൽ എങ്ങനെ യുദ്ധം ജയിക്കാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട എല്ലാ വഴികളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3,60,000 പേരാണ് സ്ത്രീയായിട്ടും പുരുഷനായിട്ടും സാധാരണ മനുഷ്യനായിട്ടൊക്കെ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ പേരിൽ മരണത്തിന് കീഴടങ്ങേണ്ടതായിട്ട് വന്നു. അതുകൂടാതെ ഇംഗ്ലണ്ടിൻ്റെ ഇക്കോണമി പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ക്ലാഷായി. കാരണം ഇവർക്ക് ട്രേഡിൽ ശ്രദ്ധിക്കാൻ പറ്റണ്ടേ, യുദ്ധത്തിലേക്കാണ് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈവൻ പ്രൈവറ്റ് എൻ്റർപ്രൈസ് ആയിട്ടുള്ള കമ്പനികളുടെ ആളുകളെ പോലും ഇവർ യുദ്ധത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി കമ്പനിയിൽ നിന്ന് തിരിച്ചു വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അവരെ കൊടുക്കാതിരിക്കാൻ കമ്പനികൾക്ക് കഴിയില്ല. കാരണം രാജ്യത്തിന് ആവശ്യമുള്ളപ്പോൾ സേവനം ചെയ്യാം എന്നുള്ളത് അവർ തമ്മിലുള്ളൊരു എഗ്രിമെൻ്റാണ്. രാജ്യവും രാജ്യത്ത് നിന്നുണ്ടാകുന്ന പ്രൈവറ്റ് എൻ്റർപ്രൈസുകളും തമ്മിലുള്ള ധാരണയാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് തിരിച്ചു പോരാൻ പറഞ്ഞപ്പോൾ 1857 അവർ തിരിച്ചുപോയി. കമ്പനി തിരിച്ചുപോയി. പിന്നീട് നേരിട്ട് രാജ്യമാണ് ഭരണം നടത്തുന്നത് ഇന്ത്യയിൽ. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന
വലിയൊരു സിമ്പിൾ അല്ലെങ്കിൽ സിംറ്റം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന് വളരെ വലിയ നഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിൻ്റെ കടബാധ്യതയൊക്കെ ഉയരാനായിട്ട് തുടങ്ങി. എന്നിട്ടും ഇംഗ്ലണ്ട് നിർത്തിയില്ല. അമേരിക്കയിൽ നിന്ന് കടം മേടിച്ചു. എയർക്രാഫ്റ്റ് മേടിക്കാൻ മാത്രം $437 മില്യൺ അവർ ചിലവാക്കി. അപ്പം അത്രയും യുദ്ധമുതലുകൾ വാരിക്കൂട്ടാനുള്ള തിരക്കിലായിരുന്നു ഇംഗ്ലണ്ട്. അതാണ് അവരുടെ രാജ്യത്തിൻ്റെ ഇക്കോണമിയെ ഇത്രമേൽ തകർക്കാനായിട്ട് ഒരു കാരണമായി തീർന്നു. At the general election of 1945, the Labour Party had left the coalition government after the overthrow of Germany in May 1945, went before the people with a program of full employment, vigorous measures for social security, and the nationalization of basic industries. It was the post-war difficulties that induced the people to lend their ears to socialist preaching. In the election, the Labour Party gained a sweeping victory. Thus, it became the task of new government to meet the post-war issues. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് അധികാരത്തിലേക്ക്, പുതിയൊരു ഗവൺമെൻറ് ലേബർ പാർട്ടി അധികാരത്തിലേക്ക് വരികയാണ്. കൊലീഷൻ ഗവൺമെൻറ് ആണ്, കൂട്ടുമന്ത്രിസഭയാണ്. എന്നിരുന്നാൽ പോലും ഇവർക്ക് വ്യക്തമായിട്ടുള്ള പ്രാധാന്യം ലഭിക്കത്തക്ക രീതിയിലേക്ക് എലക്ഷൻ്റെ ഒരു ടൈഡ് തിരമാല അവരുടെ ഭാഗത്തേക്ക് ആഞ്ഞടിച്ചു. പക്ഷേ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഒരു പ്രശ്നത്തിന് മാത്രം പരിഹാരം കണ്ടാൽ പോരാ. ഒരുപാട് പുതിയ പുതിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ട ബാധ്യത ഇവരുടെ ചുമലിൽ വരാനായിട്ട് തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ സോഷ്യൽ സാമൂഹിക സുരക്ഷ എന്ന് പറയുന്നത് നടപ്പിലാക്കുക. ഒപ്പം തന്നെ ഇൻഡസ്ട്രീസിൻ്റെ, അതായത് ബേസിക് ആയിട്ടുള്ള പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ മില്ലുകൾ പോലെയുള്ള ഇൻഡസ്ട്രീസിൻ്റെ നാഷണലൈസേഷൻ, ദേശവൽക്കരണം, ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് അതിനെ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ്. പിന്നെ പോസ്റ്റ് വാർ പീരീഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ തരം ബുദ്ധിമുട്ടുകളെയും മറികടക്കാൻ വേണ്ട ഒരു റിസോഴ്സ് അല്ലെങ്കിൽ ഒരു പുതിയ ഔട്ട്പുട്ട് എന്തുണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പ്രതിസന്ധികൾ മറികടക്കണം. ഇൻ ഓഗസ്റ്റ് 1945, the US announced unexpectedly that the Lend-Lease program was to end immediately. അപ്പോൾ കടം കൊടുക്കുന്ന പരിപാടി അമേരിക്ക നിർത്തലാക്കാൻ തീരുമാനിച്ചു. The abrupt withdrawal of American Lend-Lease support to Britain on September 2, 1945 dealt a severe blow to the plans of the new government. It was only with the completion of the Anglo-American loan by the United States to Great Britain and that some measures of economic stability was restored. However, the loan was made primarily to support British overseas expenditure in the immediate post-war years and not to implement the Labour government's policies for domestic welfare reform. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഇംഗ്ലണ്ട് ഗവൺമെൻറ്റിന് വലിയ തിരിച്ചടി നേരിടാണ്. കടം കൊടുത്ത് അതിനെ പിന്നീട് മേടിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ലെൻഡ് ലീസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിലൂടെയാണ് 437 മില്യൺ ചിലവാക്കിയിട്ട് ഇവർ എയർക്രാഫ്റ്റ് മേടിച്ചു കൂട്ടിയിട്ടുള്ളത്. പെട്ടെന്നാണ് അമേരിക്ക പറയുന്നത്. 1945 പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ തന്നെ അമേരിക്ക പറയാണ് ഈ പ്രോഗ്രാം അങ്ങോട്ട് നിർത്തലാക്കി, കൊടുക്കാനുള്ള പൈസയൊക്കെ എത്രയും പെട്ടെന്ന് കൊടുക്കണം, ഇനിയൊരു കടം വരുത്താനായിട്ട് അമേരിക്ക അനുവദിക്കില്ല. അപ്പം അത് ബ്രിട്ടന് വലിയൊരു തിരിച്ചടി കിട്ടിയ പോലെ. കാരണം ബ്രിട്ടൻ ഒരു സാമ്പത്തിക ശക്തിയായിട്ടും ഒരു രാജ്യം എന്ന രീതിയിലും ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഈ സമയത്താണ് ഇത്രയും വലിയൊരു പ്രതിസന്ധി ഇംഗ്ലണ്ടിൻ്റെ മേലെ അമേരിക്ക അടിച്ചേൽപ്പിക്കുന്നത്. അപ്പോൾ അതിനെ മറികടക്കേണ്ട ഒരു ആവശ്യകത ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. So the suffering of the people during the war continued in the immediate post-war period also. There was acute shortage of food items and other necessaries. From 1946 to 48, Britain introduced bread rationing, which it had never done during the war. A combination of inflation at home and lack of foreign exchange tormented the plans of the government
Due to the policy of USA and Canada, the rest of the world found it very hard to earn the dollars they required. Britain was particularly suffered by this because she needs dollars for import and repaying loans. അപ്പോൾ ഇവിടെ അമേരിക്കയും കാനഡയും നടപ്പിലാക്കിയ പദ്ധതികളുടെ ഭാഗമായിട്ട് അവരവരുടെ രാജ്യത്ത് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും അവിടെ നിന്ന് തന്നെ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഡോളർ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. പക്ഷെ ബ്രിട്ടൻ ആണെങ്കിൽ ഇവിടെ ഡോളർ വളരെ അത്യാവശ്യമാണ്. കാരണം അമേരിക്കയിൽ നിന്ന് കടം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കുന്നത് ഡോളറിൽ കൊടുക്കണം. ഇംഗ്ലണ്ടിൽ നിലനിൽക്കുന്ന യൂറോ കൊടുത്താൽ മേടിക്കില്ല. അപ്പോൾ യൂറോ കൺവേർട്ട് ചെയ്ത് ഡോളറാക്കി ഡോളറാണ് അമേരിക്കയ്ക്ക് റീപേ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സാധനങ്ങൾ അമേരിക്കൻ ഫുഡ് ഗ്രെയിൻസോ അമേരിക്കയിൽ നിന്ന് ടെക്സ്റ്റൈൽ മില്ലുകളിൽ നിന്നുള്ള പ്രോഡക്റ്റുകളോ എന്തെങ്കിലും ഇംഗ്ലണ്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടെയും കൊടുക്കണം ഡോളർ തന്നെ. ഡോളറിലല്ലാതെ ഒരു കൺവേർഷൻ അല്ലെങ്കിൽ ഒരു ട്രേഡ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ആ ഒരു അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് ഇംഗ്ലണ്ടിന് കൂടുതലായിട്ട് ഡോളറിൻ്റെ ആവശ്യം വരാനായിട്ട് തുടങ്ങി. ടു സോൾവ് ദി എക്സ്ചേഞ്ച് ക്രൈസിസ്, the government cut short the volume of import and a 5-year plan was started to expand agricultural production to save dollars. The drain on the reserves forced the government to devalue the pound from 4.03 to 2.80 dollars. അപ്പോൾ ഇവിടെ വാല്യൂ കുറയ്ക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. യൂറോ അല്ല അവർ ഉപയോഗിക്കുന്നത്, യൂറോ പിന്നീടാണ് ഉപയോഗിക്കുന്നത്, പൗണ്ടാണ് ഉപയോഗിക്കുന്നത്. ഈ പൗണ്ടിന് $1 4 പൗണ്ട് എന്ന കണക്കായിരുന്നെങ്കിൽ അതിനവർ 2.80 എന്ന അവസ്ഥയിലേക്ക് ഡോളറിൻ്റെ പൗണ്ടുമായിട്ടുള്ള എക്സ്ചേഞ്ച് വാല്യൂ കുറയ്ക്കാനായിട്ട് തുടങ്ങി. കാരണം അങ്ങനെ വാല്യൂ കുറച്ചാൽ മാത്രമേ അവർക്ക് കൂടുതലായിട്ട് ഡോളർ ലഭ്യമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ വാല്യൂ കുറച്ച് കൊണ്ടുവരുന്നത്. In industrial sectors also, there were several issues to settle. During the wartime, many able-bodied youth were enlisted to the army under the conscription system. Women also were conscripted. After the end of the war, lack of servicemen were looking forward for their return to civil life. At the same time, factories had to turn from producing for war purposes to meeting the needs of peace. This was most difficult in the industries. The industries stocked huge quantity of raw materials for producing wartime products. Housing was a burning issue, so many houses were either completely destroyed or damaged through wartime neglect. അപ്പോൾ ഇവിടെ അടുത്ത പ്രതിസന്ധിയാണ് രാജ്യത്തിന് മുൻപിലുള്ള അടുത്ത വെല്ലുവിളി മറ്റൊന്നുമല്ല. ഒരുപാട് പേര് ഈ ആർമി സർവീസ് നിർത്തി സിവിൽ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ്. അവർക്ക് എന്ത് ജോലി കൊടുക്കും? അവരെങ്ങനെ രാജ്യം തീറ്റിപ്പോറ്റും? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. അതിനെങ്ങനെയെങ്കിലും ഉത്തരം കണ്ടെത്തിയേ പറ്റൂ എന്നുള്ളത് ഇംഗ്ലണ്ടിന് കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെയുള്ളൊരു പ്രശ്നം, ഫാക്ടറികളിൽ ഇവരെ ജോലിക്ക് എടുക്കാമെന്ന് വെച്ചാൽ തന്നെ ഇവരെ കൊണ്ട് ജോലി ചെയ്യിക്കാനായിട്ട് ഫാക്ടറികളിൽ ജോലി വേണ്ടേ? അതിനും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഫാക്ടറികളൊക്കെ യുദ്ധത്തിന് വേണ്ട സാധന സാമഗ്രികൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷനിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബൈ പ്രോഡക്ട്സ്, അതായത് റോ മെറ്റീരിയൽസ് ഒരുപാട് ഇവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇനിയും വർഷങ്ങളോളം യുദ്ധം നീണ്ടു നിൽക്കുമെന്നുള്ള പ്രതീതി ഉള്ളതുകൊണ്ട് അപ്പോൾ ഇനി അത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് ഉണ്ടാക്കിയതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളല്ലേ ഉണ്ടാക്കേണ്ടത് രാജ്യത്ത്. അതിന് സാധിക്കാത്തൊരവസ്ഥ ഇംഗ്ലണ്ടിൽ പെട്ടെന്ന് ഉണ്ടാവാനായിട്ട് അത് കാരണമായി തീർന്നു. ബിയോണ്ട് ദി ഓബിയസ് നെഗറ്റീവ് എഫക്റ്റ് of destruction, death and dislocation, the Second World War had positive result also. നമ്മൾ ഇത്രയും നേരം ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അതുപോലെ നേരത്തെ പറയാൻ വിട്ടുപോയൊന്നുണ്ട്, ഹൗസിംഗ് എന്ന് പറയുന്നത് വളരെ കാര്യമായിട്ട് നടക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ബോംബ് വന്ന് വീണാൽ ആ സ്ഥലത്തെ വീടുകളൊക്കെ നശിച്ചു പോകും. ചിലപ്പോൾ പകുതി, ചിലപ്പോൾ മുക്കാൽ, ചിലപ്പോൾ പൂർണ്ണമായിട്ട് ഇല്ലാതായി പോകും. അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടതും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിനു വേണ്ടിയിട്ടും അവർ കാര്യമായിട്ട് പരിശ്രമിക്കേണ്ട ഒരു ആവശ്യകത മുന്നോട്ട് വരികയാണ്. During the war time, the need to mobilize the entire economy and society for the war effort
led to some progressive social changes. Some scholars had the opinion that the war had socially leveling impact. There were significant indicators for narrowing the gap between rich and poor in terms of income and wealth. കയ്യിലുള്ള സമ്പത്തിൻ്റെയും കയ്യിലേക്ക് വരുന്ന പണത്തിൻ്റെയും അളവിൽ പാവപ്പെട്ടവൻ പണക്കാരൻ എന്നുള്ളൊരു വേർതിരിവുണ്ടായിരുന്നു. ആ വേർതിരിവ് കൃത്യമായിട്ട് ഇംഗ്ലണ്ടിൽ ഇല്ലാതാക്കാനായിട്ട് യുദ്ധം കാരണമായി തീർന്നു. എങ്ങനെ? എല്ലാവരിലും പൈസ ഇല്ലാണ്ടായി. കാരണം യുദ്ധം ഒരാളെ മാത്രമല്ല, എല്ലാവരെയും ബാധിച്ച വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് എല്ലാവർക്കും ആ ഒരു തളർച്ച നേരിടാനായിട്ട് കാരണമായി. ഒപ്പം എല്ലാവരും ഒരേ രീതിയിലേക്ക് പണം കയ്യിലില്ലാത്ത അവസ്ഥയിലേക്ക് എല്ലാവരും എത്തിച്ചേരാനായിട്ട് ഇത് കാരണമായി. The income tax, death duties and an increase in the state welfare measures were some indicators of leveling. It did not erode class differences but improved the position of the working classes. Arthur Markwick highlighted the growth of British welfare state and increased the state welfare throughout the Western Europe. The increase in the working class wages and the concern of governments to maintain high levels of employment. Markwick also argued that both the world wars had seen more women employed in a wider range of occupation, and that after 1945 women were to enjoy greater opportunities and a more equal position in society. For many women, the war was a liberating experience. They served in armed forces, worked in government offices, in field and factories, and in Churchill underground cabinet war rooms. The war years saw great improvement in working condition and the welfare provisions, which paved the way for the post-war UK welfare state. അപ്പോൾ ഇവിടെ വന്ന വലിയൊരു മാറ്റം വർക്കിംഗ് ക്ലാസ്സിന് കൃത്യമായിട്ട് നേട്ടമുണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. കാരണം അവർ വാറിലൊന്നും പങ്കെടുക്കാതെ അവരവരുടെ ജോലികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരുന്നു. അവരാ ജോലിയുമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടൊരു ഇൻകം കിട്ടാനും സ്റ്റിൽ ഇൻകം ഉണ്ടാക്കുന്ന ഒരു വിഭാഗമായിട്ട് തുടരാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ നേട്ടം അതാണ്. മറ്റൊന്ന് ഇൻകം ടാക്സ്, ഡെത്തിന് വേണ്ടിയിട്ട് അടയ്ക്കേണ്ടി വരുന്ന പണം, ഇതൊക്കെ ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്ക് വളരെ വലിയൊരു ബേർഡൻ, ഒരു വലിയ ഭാരം ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒപ്പം ഏറ്റവും വലിയൊരു പോസിറ്റീവ് മാറ്റം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയ ഏറ്റവും വലിയൊരു നേട്ടമാണ്. അവരെ ലിബറേറ്റ് ചെയ്തു, സ്വാതന്ത്ര്യമുള്ളവരാക്കി. സ്ത്രീകൾക്കും പുരുഷന്മാരുടെ അത്ര തന്നെ പ്രാധാന്യം ലഭിക്കത്തക്ക രീതിയിലേക്ക് യുദ്ധം അവരെ കൊണ്ടുപോയി. കാരണം യുദ്ധത്തിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും സർവീസ് ചെയ്തു. അപ്പോൾ അവരുടെ ആ സേവനം തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടു കൂട്ടർക്കും ഈക്വൽ ആയിട്ടുള്ള പൊസിഷൻ, പാർട്ടിസിപ്പേഷൻ ഇംഗ്ലണ്ടിൽ ലഭിക്കാനായിട്ട് ഇത് കാരണമായി. ഒപ്പം തന്നെ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ UK ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വഴിമാറാനായിട്ട് ഈ സെക്കൻഡ് വേൾഡ് വാർ ഒരു കാരണമായിട്ട് തീർന്നു. അടുത്തതായിട്ട് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത് ബെവറിഡ്ജ് പ്ലാൻ എന്താണെന്നുള്ളതാണ്. നിങ്ങൾ ലോർഡ് ബെവറിഡ്ജിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ഇന്ത്യക്കൊക്കെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തൊക്കെ പ്രഭു കുടുംബത്തിൽപ്പെട്ട് അല്ലെങ്കിൽ ഒരു ലിബറൽ മൈൻഡഡ് ആയിട്ട് പാർലമെൻറ്റിൽ വർക്ക് ചെയ്തിരുന്ന മെമ്പറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഉദാരത എന്ന് പറയുന്നൊരു പോളിസിയാണ്. അതായത് എല്ലാവർക്കും ഫ്രീഡം, ലിബർട്ടി കൊടുത്തു കഴിഞ്ഞാൽ, ഇക്കണോമിക്കൽ ലിബർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് രാജ്യത്തിനുണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു ക്രൈസിസ് മറികടക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു പ്ലാൻ തയ്യാറാക്കാനായിട്ട് അദ്ദേഹത്തെയാണ് ഇംഗ്ലീഷ് ഗവൺമെൻറ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്ന് നമുക്ക് നോക്കാം. ദ മോഡേൺ യൂസ് ഓഫ് ദ ടേം വെൽഫെയർ സ്റ്റേറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ കോംപ്രിഹെൻസീവ് മെഷേഴ്സ് of social insurance adopted in 1948 by the Great Britain on the basis of the report on social insurance and allied services 1942 by Sir William Beveridge. The coalition government, despite its
preoccupation with the conduct of war had been able to spare some thoughts for the planning of post-war Britain. In 1942, a commission was appointed under Sir William Beveridge, a liberal economist of Britain, to enquire into means of ending want and preventable disease in Great Britain. The report was published in 1942 November. The Beveridge report served as the basis for the post-war welfare state legislation. William Beveridge identified 5 evils that needed to be fought in peacetime: squalor, ignorance, disease, want and idleness. The commission suggested a social security system for all British citizens regardless of income from the cradle to grave. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇംഗ്ലണ്ട് ഇപ്പോൾ നേരിടുന്ന 5 പ്രശ്നങ്ങളാണുള്ളത്. ഈ 5 പ്രശ്നങ്ങളെ മറികടന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ചിന്തിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇയാളെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയെ മനസ്സിലാക്കി അതിന് പരിഹാരം നിർദ്ദേശിക്കാനാണ് ലോർഡ് ബെവറിഡ്ജിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത് 5 പ്രശ്നങ്ങളാണ്. ആ 5 പ്രശ്നത്തിനുള്ള പരിഹാരം അദ്ദേഹം തന്നെ പറയുന്നു. അതിലേറ്റവും ആദ്യം അദ്ദേഹം പറയുന്ന പരിഹാരം, അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നിർബന്ധമായിട്ടും വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആശയം നടപ്പിലാക്കണം. സ്റ്റേറ്റ് നേരിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ട് മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഈ പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് പറ്റുള്ളൂ. ഇൻ ബ്രിട്ടൻ, ദി എക്സ്പീരിയൻസ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ and the problems of interwar period reduced the distinction of wealth and birth. Both the people and the government began to think in terms of welfare and happiness of entire people. Parliamentary reforms after 1918 helped to reduce gender inequality. At the beginning of 1940s, when the war was going on, the coalition government introduced many welfare measures. Infant, child and maternity services were expanded. The official food policy committee approved grants of fuel and subsidized milk to mothers and to the children under the age of 5 in June 1940s. അപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ എന്ന് പറയുന്നത് വളരെ പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല. 1940 മുതൽ അവർ നടപ്പിലാക്കി വരുന്നൊരു പോളിസിയാണ്. കാരണം അവർക്കറിയാം, ഗർഭിണികളുടെ, കുട്ടികളുടെ, വളരെ ചെറിയ കുഞ്ഞുങ്ങൾ, ഇൻഫാൻറ്റ് ബേബീസ്, ഇവരുടെയൊക്കെ വെൽഫെയറിന് വേണ്ടി രാജ്യം നേരിട്ട് ഇടപെടണം എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് പാലും പാലുൽപ്പന്നങ്ങളും ലഭ്യമാക്കാനായിട്ട് ഗവൺമെൻറ് തന്നെ നേരിട്ടൊരു പോളിസി നടപ്പിലാക്കിയത് 1940 മുതൽ. A month later, the Board of Education decided that free school meal should become more widely available. By February 1945, 73% of the children received milk in school, compared with 50% in July 1940. 1940 50% കുട്ടികളെ കിട്ടിയിരുന്നിടത്ത് ഇപ്പോൾ 73% കുട്ടികൾക്കും പാലും പാലുൽപ്പന്നങ്ങളും അതുപോലെ തന്നെ മീൽ, അതായത് ഭക്ഷണം കൃത്യമായിട്ട് സ്കൂളുകളിൽ നിന്ന് ലഭ്യമാക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രമാണ് കേരളത്തിലൊക്കെ നടപ്പിലാക്കുന്ന ഉച്ചക്കഞ്ഞി വിതരണം എന്നുള്ള പോളിസിയൊക്കെ. ഇന്നത് കഞ്ഞിയിൽ നിന്ന് ഇത്തിരി കൂടി ഡെവലപ്പായി. ഇപ്പോൾ നമ്മൾ ചോറ് കൊടുക്കുന്നു, അതിൻ്റെ കൂടെ ചിക്കൻ കറി, അതുപോലെ തന്നെ ഫിഷ് കറി, സാമ്പാർ, ആഴ്ചയിൽ 2 ദിവസം മുട്ട, പാല്, ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാര രീതിയാണ് നമ്മുടെ ഇപ്പോഴത്തെ കേരള സർക്കാരിൻ്റെ മിഡ് ഡേ മീൽ പ്രോഗ്രാമിലൂടെ നടപ്പിലാക്കുന്നത്. ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള ഭക്ഷണ രീതികൾ കൂടി സ്കൂളിലേക്ക് ഇമ്പാർട്ട് ചെയ്തതുകൊണ്ടാണ്
ഒരു ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥി സമൂഹം നമ്മളുടെ സ്കൂളുകളിലേക്ക് കടന്നു വരുന്നു. കാരണം ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാതിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് ഗവൺമെൻറ് ഇങ്ങനെ കുട്ടികൾക്ക് ഭക്ഷണം ലഭ്യമാക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ദിവസങ്ങളോടനുബന്ധിച്ച് ക്രിസ്തുമസ്, ഓണം, അതുപോലെ തന്നെ റംസാൻ തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് അരി വിതരണം ചെയ്യുന്നതൊക്കെ ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ഇംഗ്ലണ്ട് ആദ്യമായിട്ട് പാല് കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഫ്രീ സ്കൂളിംഗ്, നിർബന്ധമായിട്ടുള്ള സ്കൂളിംഗ് നടപ്പിലാക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് കൺസർവേറ്റീവ് ആൻഡ് ക്രിസ്ത്യൻ democratic parties in the post-war period largely accepted the state welfare measures and responsibility of government for wages and employment to a far greater degree than before the war. യുദ്ധത്തിന് മുൻപ് നിലനിന്നിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കണം. ഗവൺമെൻറ് ലൈസൻസ് ഫെയർ വിട്ടുകളഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ജനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടണം എന്നുള്ള തിരിച്ചറിവ് ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് തുടങ്ങി. Free vaccination against diphtheria was also provided for children at school. In addition, the Town and Country Planning Act of 1944 gave consideration to those areas damaged in bombing raids and enabled local authorities to clear slums. The Housing Act passed in 1944 made $150 million available for the construction of temporary dwellings. To improve condition for the elderly, supplementary pension were introduced in 1940s. In 1943, there were further improvements in the rates and condition for those in receipt of supplementary pension and unemployment and assistance. Food prices were stabilized in December 1939, initially as a temporary measure, but this was made permanent in August 1940. Both milk meal were provided at subsidized price or free in those cases of real need. വളരെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് രാജ്യം നടത്തുന്നത് ഇംഗ്ലണ്ടിലെ ജനങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ് ആക്ട് ഓഫ് 1944 പ്രകാരം എല്ലാ സ്ലംസും ക്ലിയർ ചെയ്തു. ഇനി ചേരികളുടെ ആവശ്യമില്ല. ക്ലിയർ ചെയ്തു എന്ന് വെച്ചാൽ അവരൊക്കെ അവിടെ നിന്ന് അടിച്ചോടിപ്പിച്ചു, അതൊക്കെ ക്ലിയർ ചെയ്തെടുത്തു എന്നല്ല. സ്ലം ഇല്ലാതാക്കിക്കൊണ്ട് അവർക്ക് ഹൈജീനും അതുപോലെ തന്നെ ഒരു നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ താമസിക്കാൻ കഴിയുന്ന സാഹചര്യം ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്തു. അതിനുവേണ്ടി കോടികൾ ചെലവാക്കി അവരെ ഒരു പെർമനൻ്റ് അല്ല എങ്കിലും തൽക്കാലത്തേക്ക് താമസിക്കാവുന്ന ഒരു നല്ല ഒരു താമസ സൗകര്യം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തു. എല്ലാവർക്കും വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഹൗസിംഗ് ആക്ട് പാസ്സാക്കി അതിലൂടെ കുറേ ഇമ്പ്രൂവ് ചെയ്തെടുത്തു. ഒപ്പം തന്നെ പ്രായമായവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കൊരു എന്തെങ്കിലും ഒരു കൈത്താങ്ങ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സപ്ലിമെൻ്ററി സബ്സിഡിയറി പെൻഷൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഈ പെൻഷൻ നടപ്പിലാക്കിയതുകൊണ്ടുള്ള മെച്ചം എന്താ? പ്രായമായവർക്കും അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാൻ കഴിയാതെ വരുന്നവർക്കും ഒരു മിനിമം വേതനം കിട്ടാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ മിൽക്ക്, അതുപോലെ തന്നെ മറ്റ് മീൽസ് കാര്യങ്ങളൊക്കെ തന്നെ, ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നെ ഗവൺമെൻറ് സബ്സിഡി റേറ്റിനും അത്ര അത്യാവശ്യക്കാർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ വരെ നടപ്പിലാക്കി കൊടുക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചു എന്നുള്ളതാണ് ബെവറേജ് പ്ലാൻ കൊണ്ട് ഉണ്ടായ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത്. The Labour Party adopted Beveridge proposal and after their victory in the 1945 election, they proceeded to implement many social development programs which became known as welfare state. This included the Family Allowance Act 1945, National Insurance Act 1946 and 1948, National Insurance Act 1946 and 49, National Health Service Act 1946, Pension Act 1947 and Landlord and Tenant Act 1949.
പല വർഷങ്ങളിലായിട്ട് അവർ ബെവറേജ് പ്ലാനിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ ചില പോളിസികളും അതിനുവേണ്ടി നിർമ്മിച്ച നിയമങ്ങളെ കുറിച്ചിട്ടുമാണ് ഈ പറയുന്ന ആക്റ്റുകളൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് പറയാണ്, ഈ ആക്റ്റിലൂടെ ജനങ്ങൾക്ക് വേണ്ടതൊക്കെ കൊടുക്കാനായിട്ട് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ഫാമിലി അലവൻസ് ആക്ട്, ഇനി ഓരോ ആക്റ്റും എന്താണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എംപവേർഡ് ദ മിനിസ്റ്റർ ഓഫ് നാഷണൽ ഇൻഷുറൻസ് ടു പേ ആൻ അലവൻസ് ഓഫ് 5 shillings per week for each child in a family other than the eldest. Later act increased this sum. It was payable up to the age of 18. The national, അപ്പോൾ ഇവിടെ ഫാമിലി അലവൻസ് പ്ലാൻ എന്ന് പറയുന്നത് ഓരോ മിനിസ്റ്ററും 5 ഷില്ലിംഗ് എന്ന് പറയുന്നത് അന്നത്തെ ഒരു നാണയത്തിൻ്റെ ഒരു രൂപമാണ് ഷില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 5 ഷില്ലിംഗ് വെച്ചിട്ട് ഓരോ കുട്ടിക്കും, ഓരോ ഫാമിലിയിലുള്ള ഓരോ കുട്ടിക്കും വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതിൻ്റെ മൊത്തം ടോട്ടൽ എത്രയാണ് അത് ഫാമിലിക്ക് കൊടുക്കും. പക്ഷേ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ഓരോ മിനിസ്റ്റേഴ്സും അത്രയും നീക്കി വെക്കണം. പിന്നീട് അത് കുട്ടികൾക്ക് മാത്രമല്ല 18 വയസ്സാവുന്നവരെ ആ സം എത്രയാണോ, ടോട്ടൽ എത്രയാണോ അത് പൂർണ്ണമായിട്ടും ആ കുട്ടിക്ക് കൊടുക്കും. അപ്പോൾ 18 വയസ്സിൽ അയാൾക്കൊരു വലിയ തുക, ഇവിടെ ഓരോ വീക്കിലാണ്, ഓരോ ആഴ്ചയിലും 5 ഷില്ലിംഗ് വെച്ചിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഒരു മാസം എത്ര ഷില്ലിംഗ് കിട്ടി? 20 ഷില്ലിംഗ് കിട്ടി. ഒരു വർഷത്തിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് എത്ര ഷില്ലിംഗ് ആയി? 240 ഷില്ലിംഗ് ഒരു കുട്ടിക്ക് കിട്ടി. അപ്പോൾ 1 വയസ്സ് മുതൽ 18 വയസ്സ് വരെ 220 ഷില്ലിംഗ് വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? അത് 18ാമത്തെ വയസ്സിൽ ഒന്നിച്ചാ കുട്ടിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവന് പുതിയൊരു എഡ്യൂക്കേഷൻ, പുതിയൊരു ജീവിത മാർഗം കണ്ടെത്താനായിട്ട് ആ പൈസ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഫാമിലി അലവൻസ് ആക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നാഷണൽ ഇൻഷുറൻസ് ആക്ട് ഓഫ് 1946 and 48 provided for compensation to workers who were left injured or disabled as a result of work-related accident. ഇപ്പം ഞാനൊരു മിഷനറിയുടെ പ്രവർത്തനം നടത്തുന്ന തൊഴിലാളിയാണ്. പെട്ടെന്ന് എൻ്റെ കൈ മെഷീൻ്റെ ഉള്ളിലൊന്ന് കുടുങ്ങി, കൈയിൻ്റെ കൈപ്പത്തി പൂർണ്ണമായിട്ടും മുറിച്ച് കളയേണ്ടി വന്നു. എനിക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ജോലിക്കിടയിൽ സംഭവിക്കുന്ന ഏതെങ്കിലും അപകടത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരാൾക്ക് തൊഴിൽ ചെയ്യാൻ കഴിയാതെ വന്നാൽ, പണം സമ്പാദിക്കാൻ കഴിയാതെ വന്നാൽ അയാൾക്ക് അതിന് വേണ്ട കോമ്പൻസേഷൻ കൊടുക്കുന്ന രീതിയാണ് നാഷണൽ ഇൻഷുറൻസ് 1946ഉം 48ഉം നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനിയുണ്ട് നാഷണൽ ഇൻഷുറൻസ് പോളിസി, ഇനിയുണ്ട്. ദി നാഷണൽ ഇൻഷുറൻസ് ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് എ comprehensive system of social security throughout the United Kingdom. All persons of working age had to pay a weekly contribution, and in return they were entitled to a wide range of benefits including guardian's allowance, death grants, unemployment benefit, widow benefit, sickness benefit and retirement pension. പണിയെടുക്കുന്ന എല്ലാവരും ഒരു നിശ്ചിത വിഹിതം അവർക്ക് കിട്ടുന്നതിൽ നിന്ന് കൃത്യമായിട്ട് ഗവൺമെൻറ്റിന് വേണ്ടി മാറ്റിവെച്ചാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവരുടെ പണമാണ്. അത് അവർക്ക് തന്നെ തിരിച്ചു കിട്ടും. എങ്ങനെ തിരിച്ചു കിട്ടും? ചില സമയത്ത് ഗാർഡിയൻസ് അലവൻസ്, അനാഥരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അനാഥരാകപ്പെടുകയാണെങ്കിൽ ആ സമയത്ത് അവരെ സഹായിക്കും. വിഡോസിന് കൃത്യമായിട്ടുള്ള പൈസ കൊടുക്കും. അതുപോലെ തന്നെ ഡെത്ത് ഗ്രാൻസ്, വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അതിൽ നിന്നൊരു തുക മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അനുവദിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്, ഇപ്പോൾ ഒരു വർഷം ജോലി ഉണ്ടായി, അടുത്ത വർഷത്തിലെ 3 മാസം ജോലിയില്ലെങ്കിൽ ആ സമയത്തൊരു അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് എന്ന രീതിയിൽ ഒരു ചെറിയ തുക അനുവദിക്കാനായിട്ട് പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് ജോലിയിൽ നിന്ന് റിട്ടയർ ആയി പോകുമ്പോൾ റിട്ടയർമെൻറ്റ് പെൻഷൻ കൊടുക്കാനും ഈ തുക ഉപയോഗപ്പെടുത്തും. ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന രീതി, പങ്കാളിത്ത പെൻഷൻ എന്ന് പറയും. 2 കൂട്ടരും കോൺട്രിബ്യൂട്ട് ചെയ്യണം. മാനേജ്മെൻറ്റും കോൺട്രിബ്യൂട്ട് ചെയ്യും, തൊഴിലാളിയും കോൺട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ അന്ന് ഇവിടെ ചെയ്തിരുന്നത് തൊഴിലാളി മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് അവൻ്റെ ആവശ്യങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ബെനിഫിറ്റ് അവന് കിട്ടിക്കൊണ്ടിരിക്കും. ദ നാഷണൽ ഹെൽത്ത് സർവീസ് ആക്ട് 1946 came into effect on July 5, 1948 and created National Health Service
NHS in England and Wales. The Act provided for a single health service for the United Kingdom. It also provided to medical and dental treatment for all who wanted. എല്ലാവർക്കും വേണ്ടിയിട്ട് പബ്ലിക് ഹെൽത്ത് സർവീസ്, അതിനവർ പറയുന്നു നാഷണൽ ഹെൽത്ത് സർവീസ്. ഇംഗ്ലണ്ടിലും വെയിൽസിലുമുള്ള എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ആൻഡ് ഡെന്റൽ മായിട്ട് സംബന്ധിച്ചുള്ള ഏതൊരാവശ്യത്തിനും സഹായം. ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് വാസ് ഇൻക്ലൂഡഡ് ആൻഡ് ലോക്കൽ ബോർഡ്സ് were directed to provide adequate range of hospitals within their area. ഒരു ലിമിറ്റഡ് ഏരിയയിൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ നിർബന്ധമായിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കണം. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങളുടെ ചുറ്റിലും ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ നിർബന്ധമായിട്ടും ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടായിരിക്കും. നിങ്ങൾ നോക്കിക്കോളൂ. ഇല്ലെങ്കിൽ ഇതൊക്കെ ഇംഗ്ലണ്ട് കാണിച്ചെന്ന മാർഗം ബെവറിഡ്ജ് അന്ന് പറഞ്ഞു വെച്ചത് ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ നടപ്പിലാക്കി വരുന്നു. ഇന്ന് കേരളത്തിലെ എല്ലായിടത്തും 2-3 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ നിർബന്ധമായിട്ടുണ്ടായിരിക്കും, ഉറപ്പാണ്. അന്ന് ബെവറിഡ്ജ് പറഞ്ഞു വെച്ചതാണ്, നമ്മളിപ്പോൾ നടപ്പിലാക്കുന്നു എന്ന് മാത്രം. Now, families were relieved of the worry of not being able to afford medical treatment in case of illness. The Pension Act substantially increased the rate of pension. The Landlord and Tenant Act was intended to control the excessive rent being charged by landlords. Beside the measures, the Labour government nationalized production and distribution of electricity, gas, mines and heavy industries. The services of the Railway and Bank of England were also nationalized. ഈ ലാൻഡ് ലോഡ്സ് അമിതമായിട്ട് അവരിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന പണം അത് അവർക്ക് തന്നെ തിരിച്ചു കിട്ടാവുന്ന രീതിയിലും, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ പിടിപെട്ടാൽ അതിനു വേണ്ട മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് അവർക്കൊരു പെൻഷൻ ആക്ട് നടപ്പിലാക്കാനായിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ ടെനൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ടെനൻറ്റ് ആക്റ്റും നടപ്പിലാക്കുന്നു. അല്ലെങ്കിൽ ടെനൻസ് അവർക്ക് തോന്നിയ പോലെ പൈസ ഈടാക്കും, അതടയ്ക്കാനായിട്ട് ജനങ്ങൾ ബാധ്യസ്ഥരാവേണ്ടതായിട്ട് വരും. ആ ഒരു അവസ്ഥ ഒഴിവാക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഇംഗ്ലണ്ടിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്നത് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, മൈൻസ് തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ തന്നെ പ്രവർത്തനം നേരിട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചു. കാരണം അതിൻ്റെ പ്രവർത്തനങ്ങൾ പ്രൈവറ്റ് എൻ്റർപ്രൈസിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരത് ദുരുപയോഗം ചെയ്യുമെന്നുള്ള തിരിച്ചറിവാണ് അത് ഏറ്റെടുക്കാൻ ഗവൺമെൻറ്റിനോട് തീരുമാനിക്കാനായിട്ട് കാരണമായത്. മറ്റൊരു ഏറ്റെടുത്ത മേഖലയാണ് റെയിൽവേയും ബാങ്കും. രണ്ടും ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിൽക്കേണ്ടതാണെന്നുള്ള തിരിച്ചറിവ് ഇംഗ്ലണ്ടിനുണ്ടായിരുന്നതുകൊണ്ട് അത് രണ്ടും നാഷണലൈസ് ചെയ്തു. ദ കൺസർവേറ്റീവ് ഗവൺമെൻറ് ദാറ്റ് സക്സീഡഡ് ദി ലേബർ ഗവൺമെൻറ് ഇൻ 1951 കണ്ടിന്യൂഡ് ദ വെൽഫെയർ മെഷേഴ്സ്. ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് തെറിച്ച് വീണ്ടും കൺസർവേറ്റീവ് ഗവൺമെൻറ് തന്നെ അധികാരത്തിലേക്ക് വന്നെങ്കിലും അവർ നടപ്പിലാക്കിയ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള മെഷർ എടുത്തു കളയാനായിട്ട് ഗവൺമെൻറ് തയ്യാറായില്ല, കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ദി യൂട്ടിലിറ്റേറിയൻ ഐഡിയ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ ബിക്കെയിം ദ ഗൈഡ് ലൈൻ പ്രിൻസിപ്പിൾ ഓഫ് ഓൾ ഗവൺമെൻറ്റ്സ്. പിന്നീട് ഇംഗ്ലണ്ടിൽ വന്ന എല്ലാ ഗവൺമെൻറ്റിൻ്റെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കൂടുതൽ ജനങ്ങൾക്ക് കൂടുതൽ സന്തോഷം കൊടുക്കുക എന്ന യൂട്ടിലിറ്റേറിയൻ ഐഡിയ ആയിട്ട് മാറാനായിട്ട് തുടങ്ങി. ദീസ് മെഷേഴ്സ് ഹെൽപ്ഡ് ടു റെഡ്യൂസ് ഹ്യൂമൻ സഫറിങ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും ദുരിതങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ ഒരു പരിധി വരെ ഇവർക്ക് സാധിച്ചു. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ, ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെസസറി ഐറ്റംസ് ആൻഡ് guarantee of minimum income to all were typical example to other countries to achieve the dream of welfare state. മറ്റു പല രാജ്യങ്ങളും അസൂയോടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പല പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് ബെവറിഡ്ജിൻ്റെ ഈ പ്ലാൻ വഴി ആർക്ക് സാധിച്ചു? ഇംഗ്ലണ്ടിന് സാധിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ. എല്ലാവർക്കും കൃത്യമായിട്ടുള്ള പരിഗണന എല്ലാവർക്കും ലഭിക്കണം. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെസസിറ്റി ഐറ്റംസ്
ജസ്റ്റിഫിക്കേഷൻ, ജസ്റ്റ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ, വിതരണത്തിൽ ഒരു കൃത്യത എല്ലാവർക്കും ലഭ്യമാക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ എല്ലാവർക്കും അനുകരിക്കാൻ തോന്നുന്ന രീതിയിൽ ഗ്യാരണ്ടി മിനിമം ഇൻകം ടു ഓൾ, എല്ലാവർക്കും ഒരു നിശ്ചിത വേതനം ലഭ്യമാക്കുക. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തത് ഈ ക്ലാസ്സിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് പോസ്റ്റ് വാർ സോഷ്യോ ഇക്കണോമിക് പ്രോബ്ലംസ് എന്നുള്ളൊരു ടോപ്പിക്കും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ആ പ്രോബ്ലംസ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൺഎംപ്ലോയ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് സ്റ്റാർവേഷൻ ഓർ പോവർട്ടി ആണെന്ന് പറഞ്ഞു. അതിനെയൊക്കെ മറികടക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു. അൺഎംപ്ലോയ്മെൻ്റ് എങ്ങനെ വന്നു എന്ന് നമ്മൾ പറഞ്ഞു. എല്ലാവരും യുദ്ധത്തിൻ്റെ മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് വാർ ഫീൽഡിലേക്ക് കടന്നു വന്നപ്പോൾ തിരിച്ചു വന്ന് അവർക്കൊക്കെ ചെയ്യാനായിട്ട് തൊഴിൽ മേഖലകൾ ഇല്ലാത്തൊരു സാഹചര്യം ഇംഗ്ലണ്ടിൽ ഉണ്ടാവാൻ തുടങ്ങി. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് വലിയ കടബാധ്യതയിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. കാരണം യുദ്ധത്തിന് വേണ്ടി പണം സമാഹരിക്കാൻ കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കടം മേടിക്കുകയും ലെൻഡ് ലീസ് പോലെയുള്ള പോളിസികളുടെ ഭാഗമായിട്ട് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും വലിയ തുക കടമെടുത്തിട്ട് ഉപകരണങ്ങളും യുദ്ധമുതലുകളും വാരിക്കൂട്ടാനായിട്ട് ബ്രിട്ടൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ഇത് രണ്ടും ബ്രിട്ടന് സംഭവിച്ച വലിയ പോരായ്മയാണ്. അത് മറികടക്കാനായിട്ട് അവർക്ക് പിന്നീട് വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും വലിയ ക്രൈസിസ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് 1945 അമേരിക്ക അവർക്ക് കൊടുത്ത ലാൻഡ് ലീസ് പ്രോഗ്രാം പിൻവലിക്കുകയും പണം വളരെ വേഗം തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യം ഇംഗ്ലണ്ടിന് മുൻപിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഡോളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലഭ്യമായിരുന്ന പണത്തെ അല്ലെങ്കിൽ അവരുടെ പൗണ്ടിൻ്റെ വില കുറച്ചുകൊണ്ട് അപ്പുറത്ത് വില കൂട്ടിയെടുത്ത് ഡോളർ കൂടുതലായിട്ട് സ്വരൂപിക്കാനായിട്ട് ഇംഗ്ലണ്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചില നേട്ടങ്ങളുണ്ടായി. വർക്കിംഗ് ക്ലാസ്സിന് പൈസ കൂടുതൽ കിട്ടാനും വുമണിൻ്റെ പ്രാധാന്യം വർദ്ധിക്കാനൊക്കെ ഈ ഒരു വാറ് കാരണമായിട്ട് തീർന്നു. മറ്റൊന്ന് ബെവറിഡ്ജിൻ്റെ പ്ലാനാണ്. ഇംഗ്ലണ്ടിൻ്റെ നേരിട്ട് നിന്ന പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് ബെവറിഡ്ജ് മുന്നിട്ട് വരികയും അതിനുവേണ്ടി നാഷണൽ ഇൻഷുറൻസ് ആക്റ്റും അതുപോലെ തന്നെ നാഷണൽ പെൻഷൻ ആക്റ്റും ലാൻഡ് ലോഡ്സ് ആൻഡ് ടെനൻ്റ് ആക്റ്റും ഫാമിലി അലവൻസ് ആക്റ്റൊക്കെ നിർദ്ദേശിക്കാനും അത് പാസ്സാക്കിയെടുക്കാനൊക്കെ ആയിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചു എന്നുള്ളതും ആ പ്ലാനുകളിലൂടെയൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടിക്കൊടുക്കാനും വെൽഫെയർ സ്റ്റേറ്റ് എന്ന കോൺസെപ്റ്റിലേക്ക് കടക്കാനും ഇംഗ്ലണ്ടിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളുടെ ഈ മൊഡ്യൂള് 3rd മൊഡ്യൂള് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്കുള്ളത് ലാസ്റ്റ് ഒരു മൊഡ്യൂളാണ്, 4th മൊഡ്യൂളാണ്. ബ്രിട്ടൻ ആൻഡ് വേൾഡ് എന്നുള്ള ടോപ്പിക്കാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ചർച്ച ചെയ്യാനും പഠിക്കാനും ഉള്ളത്. അപ്പോൾ ഇതുവരെയുള്ള ടോപ്പിക്കുകളെ നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, ഒപ്പം തന്നെ നോട്ടുകൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഇനിയൊരു സബ്മിഷൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന സമയത്ത് കൃത്യമായിട്ടത് സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവേണ്ടതും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.